കണ്ണൂർ ഇരിട്ടി പായത്ത് നാട്ടിലിറങ്ങിയ കാട്ടാനകളിൽ ഒരു ആനയെ പുഴക്കരയിലേക്ക് തുരത്തി. ആനകളെ പുഴക്കരയിൽ എത്തിച്ച് തുടർന്ന് ആറളം കാട്ടിലേക്ക് കയറ്റാനാണ് നീക്കം. വിവരങ്ങളുമായി മിഥുൻ പിള്ള ഒപ്പിച്ചിരുന്നു. മിഥുൻ, ഒരു ആനയെ കടത്തി, ഇനി കാട്ടാനക്കൂട്ടത്തിൽ മറ്റുള്ളവ അവശേഷിക്കുന്നു. എന്താണ് വിവരങ്ങൾ? കൃഷ്ണരാജ്, രണ്ട് ആനയാണ് ഈ നാട്ടിലേക്ക് ഇറങ്ങിയത്, ജനവാസ കേന്ദ്രത്തിലേക്ക്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പായം എരുമത്തടം എന്ന് പറയുന്ന സ്ഥലത്താണ്. ആ സ്ഥലത്തിന് തൊട്ടടുത്താണ് ഈ ഒരു രണ്ട് കാട്ടാനയും ഇറങ്ങിയത്. ആ കാട്ടാന ഇറങ്ങി ഒരു കാട്ടാനയെ ഇപ്പോൾ അധികൃതർ തന്നെ പടക്കം പൊട്ടിച്ച് പുഴക്കരയിലേക്ക് എത്തിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. വനംവകുപ്പ് അധികൃതർ അതുതന്നെയാണ് നേരത്തെ വ്യക്തമാക്കിയതും. മറ്റൊരു കാട്ടാന നമുക്ക് ഈ വലതുവശത്ത് കാണുന്ന റബ്ബർ തോട്ടത്തിനുള്ളിലുണ്ട് എന്നാണ് അറിയുന്നത്. അതിനെ നിരന്തരം പടക്കം പൊട്ടിച്ച് ഈ റോഡിന് അപ്പുറത്തേക്ക് പുഴക്കരയിലേക്ക് കൊണ്ടുപോകാനൊരു ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തുടർന്ന് ആറളം വനത്തിലേക്ക് ഈ കാട്ടാനകളെ രണ്ട് കാട്ടാനകളെയും ആറളം കാട്ടിനുള്ളിലേക്ക് കടത്താനൊരു ശ്രമം തന്നെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള നീക്കങ്ങളുമായി അധികൃതർ മുന്നോട്ട് പോവുകയുമാണ്. മാത്രമല്ല, നമുക്കറിയാം, നാട്ടിൽ കാട്ടാന ഇറങ്ങിക്കഴിഞ്ഞാൽ ജനങ്ങളെ സംബന്ധിച്ച് സ്വാഭാവികമായ ഒരു ആശങ്കയുണ്ടാവും. മാത്രമല്ല, ഇത് പടക്കം പൊട്ടിച്ച് കഴിഞ്ഞാൽ ഏത് വഴിക്കാണ് കാട്ടാന ഇറങ്ങി വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ആപത്തുള്ള ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കാട്ടാന ഇറങ്ങിയിരിക്കുന്ന ഒരു ഭാഗത്തേക്ക് പൊതുജനങ്ങളെയോ അല്ലെങ്കിൽ മാധ്യമങ്ങളെയോ ഒന്നും തന്നെ ഇപ്പോൾ പോലീസ് കടത്തിവിട്ടിട്ടില്ല. എന്ന് വെച്ചാൽ എന്തെങ്കിലും തരത്തിലുള്ള ആപത്തുണ്ടായി കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രയാസകരമായ സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് വലിയൊരു നിയന്ത്രണം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഇവിടെ ബാക്കിയായിട്ടുള്ള ഈ തോട്ടത്തിലുള്ള അടുത്ത കാട്ടാനയും ഉടൻ തന്നെ ഈ ആറളം പുഴയ്ക്കരികിലേക്ക് കൊണ്ടുപോയി നേരെ ആറളം കാട്ടിലേക്ക് തുരത്താനൊരു പ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ അതിനെ ആറളം കാട്ടിലേക്ക് കയറ്റുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കൃഷ്ണരാജ്, ശരി. അപ്പോൾ ഇനിയും ആനകളുണ്ട്. ഒരെണ്ണത്തിനെ തുരത്തി, മറ്റുള്ളവയെ ഉടൻ തുരത്താനാകുമെന്ന വലിയ പ്രതീക്ഷയിലാണ് വനംവകുപ്പ്. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ പിള്ള.